അതൊക്കെയുള്ള ടിക്കറ്റ് കിട്ടി. പക്ഷെ ഒരു ടാസ്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 30 കിലോമീറ്റർ അപ്പുറത്ത് മരം വീണിട്ടുണ്ട്. ഇപ്പൊ സമയം 5:30 ആയതുകൊണ്ട് നമ്മുടെ റിസ്കിൽ വേണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ തിരിച്ചു വരാൻ പറ്റില്ല. മരം മുറിച്ച് കഴിഞ്ഞില്ലെങ്കിലോ ഇനി അപ്പുറത്ത് പോകാനേ പറ്റൂ. വേറെ ഓപ്ഷൻ ഇല്ല. ഇനി തിരിച്ചു വരാൻ പറ്റില്ല. മരം മുറിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് കാട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും. മരം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവാം. അഡ്വഞ്ചർ ആയില്ലേ? അഡ്വഞ്ചർ അല്ലേ? അതിന്റെ ഇടയിൽ രാത്രി ആയി കഴിഞ്ഞാൽ ആന ഇറങ്ങും. പട്ടിയ ആന ഇറങ്ങും. ഇതുപോലെ അട്ട കയറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചൂടാക്കി വേണം കളയാൻ. കാല് കത്തിക്കരുത്. മയിൽപ്പീലി വരുമോ? ഒരു മയിൽപ്പീലി വരുമോ? നമ്മളോട് വരാനായിട്ട് പിന്നെ മാവിന്റെ മോനാണല്ലോ. ഒന്ന് പീലി വെറുത്തോന്ന് വെച്ച് അത് മഴയത്ത് ഇതാകുള്ളൂ. പീലി ഒന്ന് വിടർത്തോ? ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയാണ്. പീലി ഒന്ന് വിടർത്തോ? നിങ്ങൾ ആദ്യമൊക്കെ ഗ്ലാസ്സിലെടുത്ത് എന്റെ ഒപ്പം മുന്നേ പോളാ. അതിന്റെ വായലൊരു കൊത്ത് കെട്ടിയായിട്ടില്ല. അതൊക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ സീന്റെ നമ്മുടെ ഒപ്പം മുന്നത് ഇഷ്ടപ്പെട്ടു. രക്ഷപ്പെടാൻ നോക്കി. നെഞ്ചകം ഞെരിഞ്ഞു നീ പോലീസുകാരന്റെ പാട്ട് കേൾക്കുന്നു. എത്രയും പെട്ടെന്ന് പറഞ്ഞു കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്? മണിവള തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്? മുഴുതിങ്ങൾ ഉദിക്കണ മുകിലോളം മുഖസ്തുതി മുഴക്കണതാരാണ്? മുഴുതിങ്ങൾ ഉദിക്കണ മുകിലോളം മുഖസ്തുതി മുഴക്കണതാരാണോ? വിളക്കിന്റെ നാടം പോലെ ഈ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവ്. ഓ കളിയാടി പാടാൻ നേരമാ. കിട്ടില്ലം വ്യൂ ഗൈസ്, കിട്ടില്ലം വ്യൂ. ഇതിങ്ങനെ പറയുന്നത് തൂറാത്തവും തൂറുമ്പോ തീട്ടം കൊണ്ടാകാട്ട്. ഇത് ഞാൻ ഇടൂടാ ഗൈസ്. ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒതുക്കി, ഒരു അടിപൊളി വ്യൂ കണ്ടപ്പോൾ ഒതുക്കി. സെറ്റ് സ്ഥലം. ഡാമിലെത്തി. എവിടേക്കോ എന്നാ ചാതിരപ്പള്ളിക്കോ എങ്ങോട്ട് വെറുതെ ഇറങ്ങിയതാ. അവിടെ എത്തി. വാൽപ്പാറ എത്തി ഗൈസ്. ഷോളയാർ ഡാം എത്തി ഗൈസ്. നല്ല കിട്ടില്ല നടത്തി.